നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരിനാമ കീർത്തനത്തിൻ്റെ കർക്കിടകം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ നാം ഹൈന്ദവ വിശ്വാസികൾ ആചരിച്ചു പോരേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവ കൃത്യമായി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ ഈ കർക്കിടക മാസം മുതൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തുടങ്ങുകയാണ്. കർക്കിടക മാസത്തിൽ നാം അനുഭവിക്കുന്ന പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒക്കെയും ഇതിലൂടെ മാറുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അവ ചെയ്യുന്നതിലൂടെ വരുന്ന ചിങ്ങമാസത്തെ നമുക്ക് ഐശ്വര്യത്തിൻ്റേതായ ഒരു വർഷം തുടങ്ങുന്നതായി കണക്കാക്കാം. ഇത് പലരുടെയും അനുഭവങ്ങൾ സാക്ഷ്യം വഹിച്ച് അവർക്ക് മേൽഗതി ഉണ്ടായിട്ടുണ്ട് എന്നതിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുവാൻ കാരണം. നമുക്ക് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ സ്വന്തം വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്നതാണ്. ബ്രഹ്മമുഹൂർത്തം എന്നത് സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള സമയമാണ്. അന്നേരം പ്രാണവായു ശുദ്ധമായിരിക്കും. വെളുപ്പിനെ 4:30 മുതൽ 5:20 വരെയുള്ള സമയം ആണ് ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത്. രാമായണ മാസമായതിനാൽ ഈ സമയം രാമായണ പാരായണം അത്യുത്തമം. അടുത്ത് നാം ചെയ്യാനുള്ളത് കാക്കയ്ക്ക് ഉരുള ചോറ് വച്ചു കൊടുക്കുക എന്നതാണ്. കാക്കയെ ശനീശ്വരൻ്റെ വാഹനമായാണ് കണക്കാക്കുന്നത്. അതിനാൽ ഈ പഞ്ഞമാസമായ കർക്കിടകത്തിൽ ശനിദോഷം കൂടി വന്ന് പിടിമുറുക്കുന്നതിൽ നിന്നും താൽക്കാലിക ശനിദോഷ പരിഹാരമായി ഇതിനെ കണക്കാക്കാം. അടുത്തതായി നാം കൃത്യമായി കർക്കിടക വാവുബലി ഇടുക എന്നുള്ളതാണ്. അത് മറ്റ് സമയങ്ങളിലെ ബലിതർപ്പണം പോലല്ല. കർക്കിടക മാസാരംഭത്തിൽ തന്നെ ഭൂമിയിലേക്ക് വന്നെത്തുന്ന പിതൃക്കളെയും ആത്മാക്കളെയും ശരിയാംവണ്ണം പ്രീതിപ്പെടുത്തി പറഞ്ഞ് അയക്കുവാൻ കർക്കിടക വാവുബലി മുടങ്ങാതെ ചെയ്യുക. അടുത്തതായി ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമചന്ദ്രന് നാം എത്രയധികം പ്രാധാന്യം നൽകുന്നുവോ അത്രയധികം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ഭക്തനായ ഹനുമാൻ സ്വാമിക്കും കൂടി നൽകുക എന്നുള്ളതാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായ അരിഷ്ടതകൾ വരുന്നത് സ്വാഭാവികമാണ്. ഒരുവൻ്റെ ആരോഗ്യനില കാത്തുസൂക്ഷിക്കുന്നതിലും ഭയം അകറ്റി നിർത്തുന്നതിലും പ്രസരിപ്പ് നൽകുന്നതിലും അഗ്രഗണ്യനാണ് ഹനുമാൻ സ്വാമി. അതിനായി വെറ്റില മാല, വടമാല, വെണ്ണ നിവേദ്യം, അവൽ, കുങ്കുമം എന്നിവയാണ് പ്രധാനമായും അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ടത്. ഇവിടെ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി ലഭിക്കുന്ന വെണ്ണ സേവിക്കുന്നത് ശ്രേഷ്ഠമായ ഒന്നാണ്. മേൽപ്പറഞ്ഞ് നടക്കി വയ്ക്കേണ്ടുന്നവയെല്ലാം ഒട്ടുമിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളുടെയും പരിസരങ്ങളിൽ ലഭ്യമാണ്. ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന ഈ കർക്കിടക കാലത്ത് ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാരണവന്മാർ പ്രകൃതിദത്ത ചികിത്സാരീതിയെയും ഔഷധക്കൂട്ടുകളും സേവിക്കുന്നത് ഈ സമയം തിരഞ്ഞെടുത്തത്. 21 കൂട്ടുകൾ ചേരുന്ന കർക്കിടക കഞ്ഞിയാണ് ഈ സമയം ദഹനത്തിന് നല്ലത്. മത്സ്യമാംസാദികൾ ഈ സമയം ശരീരം സ്വീകരിക്കാൻ വിമുഖത കാട്ടും. ദശപുഷ്പങ്ങൾ അഥവാ 10 ഔഷധ സസ്യങ്ങൾ ചേർന്ന ദശപുഷ്പക്കെട്ട് സ്ത്രീകൾ തലയിൽ ചൂടുന്നത് രോഗങ്ങൾ തടയാനും ഈ കെട്ട് ഇരിക്കുന്നിടം അന്തരീക്ഷം ശുദ്ധീകരിക്കാനും സഹായിക്കും. ഇവയിലെ 10 പൂക്കൾ 10 ദേവീ ദേവസങ്കല്പങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവ ഇപ്രകാരമാണ്: പൂവൻകുരുനില ലക്ഷ്മീ ദേവിയെയും, മുയൽച്ചെവിയൻ ശിവനെയും, കറുക സൂര്യഭഗവാനെയും, കയ്യോന്നി വരുണഭഗവാനെയും, നിലപ്പന കാമദേവനെയും, വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവിനെയും, തെരുതാളി ചന്ദ്രഭഗവാനെയും, ചെറുള യമദേവനെയും,
ഒഴിഞ്ഞ ഇന്ദ്രദേവനെയും മുക്കുറ്റി പാർവതീദേവിയെയും പ്രതിനിധീകരിക്കുന്നു. നാം ഇത്രയൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നമുക്ക് വീട്ടിൽ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാനായി ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ അവ ചെയ്ത് നാം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഐശ്വര്യം കൈവരും. വരുന്ന ചിങ്ങമാസം നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റേതായൊരു വർഷമായി ഇരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. തടസ്സങ്ങൾ എല്ലാം അകറ്റി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ വിഘ്നേശ്വരൻ നിങ്ങൾക്ക് നേടിത്തരും.